തലശ്ശേരിക്ക് തൊട്ടടുത്താണ് മാഹി. ഇരു സ്ഥലങ്ങളിലെയും ഇന്ധനവില വ്യത്യാസം പക്ഷേ 13 മുതൽ 14 രൂപ വരെയാണ്. വഴിയിൽ പെട്ടുപോകുന്നവരാണ് ഭൂരിഭാഗവും തലശ്ശേരിയിലെ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കാനായി എത്തുന്നത്. അങ്ങനെയുള്ള തലശ്ശേരിയിലെ പമ്പുകളിൽ ഇന്ധനം നിറച്ച് ലക്ഷങ്ങൾ കടം പറയുന്ന ചിലരുണ്ട്. നമ്മുടെ സർക്കാർ വാഹനങ്ങൾ. ആളൊഴിഞ്ഞ തലശ്ശേരിയിലെ ജെമിനി പെട്രോൾ പമ്പ്. കുറഞ്ഞ അളവിൽ ഇന്ധനമടിക്കാൻ എത്തുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ അവർക്കൊപ്പം വലിയ അളവിൽ ഇന്ധനമടിക്കാൻ സർക്കാർ വാഹനങ്ങളും എത്തും. സർക്കാർ ആശുപത്രിയിലെ വാഹനങ്ങൾ മുതൽ പോലീസ് വാഹനങ്ങൾ വരെ. പക്ഷേ ഇന്ധനമടിച്ച തുക മാത്രം എപ്പോൾ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. മാഹിയിലെ വിലക്കുറവ് മൂലം നഷ്ടത്തിലായ ഈ പെട്രോൾ പമ്പിൽ സർക്കാർ കുടിശ്ശികയായി നൽകാനുള്ളത് 15 ലക്ഷം രൂപ. ഇപ്പോൾ ഇവിടെ തലശ്ശേരിയിലാണെങ്കിൽ തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാറ്. പിന്നെ തഹസിൽദാർ, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു 3-4 മാസത്തെ പഠിക്കും 4 ലക്ഷം രൂപേൻ്റെ മേലെ പെൻഡിങ് ഉണ്ട്. മൊത്തം നമുക്കിപ്പോൾ ഒരു 15 ലക്ഷം രൂപയെല്ലാം മേലെ കടമുണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് മാത്രമായിട്ട്. അതുതന്നെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ്. അതാത് മാസം ബില്ല് കൊടുത്താൽ പിറ്റത്തെ മാസം തന്നെ പൈസ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കുടിശ്ശിക പെരുകിയതോടെ കടം വാങ്ങി പെട്രോൾ പമ്പ് നടത്തേണ്ട അവസ്ഥയിലുമായി. ഓൾറെഡി നമ്മൾ കടം ഓടി എടുത്തിട്ടാണ് പമ്പ് നടത്തുന്നത് തന്നെ. ഇപ്പം എന്ന് വെച്ചാൽ ഈ മാഹിയായിട്ടുള്ള വില വ്യത്യാസം കൊണ്ടും പിന്നെ ഈ കിട്ടാനുള്ള പൈസകൾ കിട്ടാത്തത് കൊണ്ടും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ചെറിയ വാഹനങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ട് അടിക്കും. പക്ഷേ എങ്കിൽ അവർക്കാണെങ്കിലും ഒരു ട്രിപ്പ് പന്തക്കലേക്കോ അല്ലെങ്കിൽ മാഹി ഭാഗത്തേക്കോ കിട്ടുമ്പോൾ അവരും അവിടെ തന്നെ അടിക്കുന്നത്. വെച്ചാൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. പ്രൈസ് ഡിഫറൻസ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. ഒരേപോലെ ആവില്ലെങ്കിലും കുറച്ചും കൂടി കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ ഒരുപാട് മെച്ചപ്പെടുത്താൻ പറ്റും. സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 65 വർഷം മുൻപ് ആരംഭിച്ച പെട്രോൾ പമ്പാണ്. കഴിഞ്ഞ 1 വർഷം കൊണ്ടാണ് നഷ്ടം ഇത്രയേറെ വർദ്ധിച്ചത്. സംസ്ഥാന സർക്കാർ ഇന്ധനത്തിന് സെസ് വർദ്ധിപ്പിച്ചതോടെ തൊട്ടടുത്തുള്ള മാഹിയുമായുള്ള വില വ്യത്യാസം 14 രൂപ വരെയായി. നഷ്ടക്കണക്ക് വർദ്ധിക്കുന്നതിനിടയിലാണ് ഇരട്ടപ്രഹരമായി സർക്കാർ നൽകാനുള്ള ലക്ഷങ്ങളുടെ കുടിശ്ശികയും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.